തീരമോ തരംഗമോ രാഗസാഗരമോ ആതിരത്തെന്നലോ താരകളോ ഇടയ മുരളികയോ തീരമോ തരംഗമോ രാഗസാഗരമോ. ഹലോ ഫ്രണ്ട്സ്, മെരി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ കുറേ ആയി നമ്മൾ വ്ളോഗ് ചെയ്തിട്ട്. ഇത് ക്രിസ്മസ് വെക്കേഷൻ്റെ ഇടയിലത്തെ ഒരു ദിവസത്തെ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ അന്ന് ലഞ്ച് ഗീ റൈസും ചിക്കൻ ഫ്രൈയും സാലഡും നമ്മൾ പുറത്തുനിന്ന് കഴിച്ചു. അങ്ങനെ നമ്മുടെ ജേർണി തുടങ്ങാണ്. ഡിസംബർ ആയതുകൊണ്ടാണോ എന്നറിയില്ല, നല്ല കോടമഞ്ഞുണ്ടായിരുന്നു, അതേപോലെ ചെറിയൊരു മഴ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് പൊതുവെ ഈ ഒരു ക്ലൈമറ്റ് ഇഷ്ടമാണ്. അങ്ങനെ നമ്മൾ ലവ് ബേർഡ്സ് ഒക്കെ ഉള്ള ഒരു അടിപൊളി ചെറിയ റിസോർട്ടിലേക്ക് പോയി. ചെറിയ റിസോർട്ടാണ്, പക്ഷെ നല്ല ക്യൂട്ടാണ് കേട്ടോ. ഫുൾ ഗ്രീനറി ആണ്. ജസ്റ്റ് ഈവനിങ് വരെ അവിടെ സ്പെൻഡ് ആക്കാം എന്ന് പറഞ്ഞിട്ടാട്ടോ പോയത്. കുറേ ബേർഡ്സും പിന്നെ ഫ്രൂട്ട്സും ഫ്ലവേഴ്സും അതേപോലെ ട്രീ ഹൗസും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ചെറിയൊരു പാർക്കിൻ്റെ സെറ്റപ്പ് ഉണ്ടായിരുന്നു. അതേപോലെ ഈ സ്ലൈഡും ഊഞ്ഞാലും അങ്ങനെയൊക്കെ ആയിട്ട് കുറേ അടിപൊളിയായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ചെറിയൊരു മഴക്കോളും ഉണ്ടായിരുന്നു കേട്ടോ. എന്നാൽ മഴ പെയ്യുന്നില്ല, ഒരു കോടമഞ്ഞ് അതുപോലെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നല്ല രസമായിരുന്നു. പിന്നെ അവിടെ ഇതേപോലത്തെ എനിക്ക് പേരറിയാത്ത എന്തൊക്കെയൊക്കെയോ ഫ്രൂട്ട്സും ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ നേരം അതിലൂടെ ഒക്കെ നടന്ന് സമയം കളഞ്ഞു. പിന്നെ ഇങ്ങനെ അവിടെ ഫുഡൊക്കെ കഴിക്കാനായിട്ട് ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഫുഡൊന്നും കഴിച്ചില്ല, ഓൾറെഡി ഫുഡ് കഴിച്ചിട്ടാണല്ലോ വന്നത്. അതുകൊണ്ട് വിശപ്പും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അവിടുത്തെ റൂംസ് എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഹട്ടുകൾ പോലെ തിരിച്ചാണ് റൂമുകളുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു പ്രത്യേക ഒരു വിൻറ്റേജ് വൈബായിരുന്നു. ഞാൻ കുറേ നാൾ മുന്നാണ് കേട്ടോ ലാസ്റ്റ് നമ്മുടെ വ്ളോഗ് ചെയ്തത്. പിന്നെ ചെയ്തിട്ടേ ഇല്ല. പിന്നെ ഇത് അവിടുത്തെ സ്വിമ്മിംഗ് പൂളാണ്. മഴയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ അതിൽ വെള്ളമൊന്നും ഫില്ല് ചെയ്തിട്ടില്ല, പ്ലെയിനായിട്ട് കിടക്കുകയാണ്. പിന്നെ ഇതേപോലത്തെ കുറേ അടിപൊളി ചെടികളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. പിന്നെ നമ്മൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് തിരിച്ചു. ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ കോട മൂടി കിടക്കുമായിരുന്നു ഫുള്ള്. പിന്നെ ഒരു ഇങ്ങനെ ഫോറസ്റ്റ് ആ ഒരു ഏരിയ കൂടാണ്. അങ്ങനെ നമ്മൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറി. കുറേ ഐറ്റംസ് വാങ്ങാനുണ്ടായിരുന്നു. ക്രിസ്മസ് ഒക്കെ അല്ലേ. അങ്ങനെ ആ ഒരു സൂപ്പർ മാർക്കറ്റ് ആണെങ്കിൽ ഫുള്ള് ക്രിസ്മസിന് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഫുൾ പ്രിപ്പയർ ആയിട്ട് നിൽക്കാം കേട്ടോ. കണ്ടോ, അടിപൊളി കുറേ ക്രിസ്മസ് ട്രീസും അങ്ങനെ അടിപൊളി കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. ഈ ക്രിസ്മസ് വൈബായിരുന്നു ഫുള്ള്. ഇത് ഒരുപാട് വലിയ സൂപ്പർ മാർക്കറ്റില്ല, ചെറിയൊരു സൂപ്പർ മാർക്കറ്റാണ്. നമ്മളെപ്പോഴും മന്ത്ലി വിസിറ്റ് ചെയ്യുന്ന ഒരു സൂപ്പർ മാർക്കറ്റും കൂടാണ്. സത്യം പറഞ്ഞാൽ ഈ വീഡിയോയിൽ ഒരുപാട് ക്ലിപ്സ് ഒന്നും ഇല്ല, എന്തൊക്കെയോ കൂട്ടി ഞാൻ ഉണ്ടാക്കിയ വ്ളോഗാണ്. കാരണം കുറേ ആയില്ല ഒരു വ്ളോഗ് ഇട്ടിട്ട്. ആ ഒരു ടച്ചങ്ങ് വിട്ട് പോകണ്ട എന്ന് കരുതിയിട്ട് ഞാൻ ഇട്ടാണ്ടോ. അങ്ങനെ നമ്മൾ വീട്ടിലേക്കുള്ള ഐറ്റംസൊക്കെ പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ക്രിസ്മസ് കഴിഞ്ഞിട്ടാണ് ഈ വ്ളോഗ് വരുന്നത്. നിങ്ങളുടെയൊക്കെ ക്രിസ്മസ് എങ്ങനെ ഉണ്ടായിരുന്നു, അടിച്ചു പൊളിച്ചോ എന്നൊക്കെ ഉള്ള താഴെ കമൻറ്റായിട്ട് അറിയിക്കുക. പിന്നെ എന്തെങ്കിലും വ്ളോഗിനൊക്കെ സജഷൻസ് ഉണ്ടെങ്കിൽ അതും പറയാം കേട്ടോ, ഞാൻ ചെയ്യാൻ ശ്രമിക്കാം. അങ്ങനെ പിന്നെ നമ്മൾ കുറേ സ്റ്റേഷനറീസൊക്കെ വാങ്ങിച്ചു. കാരണം വെക്കേഷനാണ്, ക്ലാസ്സൊക്കെ തുടങ്ങാറായി. അങ്ങനെയൊക്കെ ആകുമ്പം കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. കുറേ സംഭവങ്ങൾ തീർന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ റീപർച്ചേസ് ചെയ്യാണ്, സ്റ്റോക്ക് ചെയ്ത് വയ്ക്കാനായിട്ട്. എന്നെക്കാളും കൂടുതൽ സ്റ്റേഷനറീസ് എടുത്തത് എൻ്റെ അനിയത്തിമാരാണ് കേട്ടോ. അവരെന്തൊക്കെയോ ആവശ്യമില്ലാത്തതും ആവശ്യമുള്ളതും അങ്ങനെയായിട്ട് കുറേ അല്ലറ ചില്ലറ സാധനങ്ങൾ നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഒരു അരമണിക്കൂർ ആ സ്റ്റേഷനറി സെക്ഷൻ്റെ അവിടെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഈ ഫാൻ കണ്ട് നല്ല രസമല്ലേ കാണാനായിട്ട്. ഇതേപോലത്തെ വേറൊരെണ്ണം എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ വേറെ ഒന്നുകൂടെ വാങ്ങിച്ചില്ല അതേപോലത്തെ സംഭവം. പിന്നെ നിങ്ങളുടെ സ്കൂളിലേക്കുള്ള സ്റ്റേഷനറി പർച്ചേസിങ് കഴിഞ്ഞോ എന്നൊക്കെ പറയാം കേട്ടോ. ഇത് സ്ലൈമാണ്. നിങ്ങളുടെ കയ്യിൽ സ്ലൈം ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഇവിടെ ലൈക്ക് ചെയ്യുക. ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ, ഇപ്പോൾ ഇല്ല. കാരണം അതിപ്പം ഉപയോഗിച്ച് തീർന്നു പോയി. പിന്നെ ഡ്രസ്സിൽ കൂടെ ആയി കഴിഞ്ഞാൽ വൻ സീനാണല്ലോ. അങ്ങനെ ടോയ്സൊന്നും നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഒരു അരമണിക്കൂർ ആ സ്റ്റേഷനറി സെക്ഷൻ്റെ അവിടെ കിടന്ന് വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് ഒരു സാധനം വാങ്ങാനുണ്ടായിരുന്നില്ല, ചുമ്മാ നോക്കിക്കൊണ്ടിരിക്കുന്നുള്ളൂ കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പം 2 മാസത്തെ വെക്കേഷൻ കഴിഞ്ഞ് സ്കൂൾ തുറക്കുകയാണ്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് സ്റ്റേഷനറീസ് നമുക്ക് വാങ്ങാനുണ്ടാവും. പക്ഷേ ഇത് ജസ്റ്റ് 10 ദിവസത്തെ വെക്കേഷൻ കഴിഞ്ഞ് തുറക്കല്ലേ, അതുകൊണ്ട് പ്രത്യേകിച്ച് അങ്ങനെ ഒരുപാട് സാധനം വാങ്ങാനുണ്ടാവില്ല. ജസ്റ്റ് പേന പെൻസിലൊക്കെ അങ്ങനത്തെയൊക്കെ. പിന്നെ അവിടെ അടിപൊളി സ്റ്റഫ്ഡ് ടോയ്സ് ഉണ്ടായിരുന്നു. എൻ്റെ പൊന്നു ഗൈസ്, എന്ത് സോഫ്റ്റാന്ന് പറയുമ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ. ഇതൊക്കെയാണ് നമ്മൾ വാങ്ങിച്ച സാധനങ്ങൾ. ഇതിലേക്ക് നോക്കിയാൽ മനസ്സിലാവും എന്തൊക്കെയാണ് വാങ്ങിച്ചതെന്നുള്ളത്. ഓൾമോസ്റ്റ് ഫുള്ള് ഫിൽഡ് ആയിട്ടോ ബാസ്ക്കറ്റ്. നമ്മൾ ഒരുപാട് സ്നാക്സും ചോക്ലേറ്റ്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ 10 ദിവസം വീട്ടിലിരിക്കുമല്ലേ, വെറുതെ ഇരിക്കില്ലേ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞ്. പിന്നെ നമ്മൾ ചോക്കോ ഫീൽസ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ പോപ്കോൺ നമ്മൾ കുറേ ഫ്ലേവേഴ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. സത്യം പറഞ്ഞാൽ ഈ ഒരു വ്ളോഗിൻ്റെ 3/4 ഭാഗവും ഞാൻ ഈ ഒരു സൂപ്പർ മാർക്കറ്റിനുള്ളിൽ കിടന്ന് കറങ്ങുന്നത് മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വെറും തട്ടിക്കൂട്ട് വ്ളോഗാണ് കേട്ടോ. ഞാൻ കുറേ ആയാലും വ്ളോഗൊന്നും ചെയ്യാത്തത്.
അപ്പം എന്തെങ്കിലുമൊക്കെ ഇടണമല്ലോ എന്ന് കരുതിയിട്ട് ഞാനെടുത്ത വ്ളോഗാണിത്. നമുക്കിനി ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടാക്കാം. പിന്നെ ഇത് നിങ്ങൾ വെച്ചിട്ടുണ്ടോ കൊറിയൻ നൂഡിൽസ്? നല്ല സ്പൈസി ആയിരുന്നു കേട്ടോ, അത് നല്ല സ്പൈസി ആയിരുന്നു. പിന്നെ ഇവിടെ ആണെങ്കിൽ ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്ത ഐറ്റംസ്, ഈ ക്രിസ്മസ് ആയിട്ട് വീട് ഡെക്കറേറ്റ് ചെയ്യുന്ന സ്റ്റാർസ്, അതൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളതൊന്നും വാങ്ങിച്ചൊന്നുമില്ല, ജസ്റ്റ് നോക്കി. എല്ലാം കാണാൻ നല്ല അടിപൊളിയായിരുന്നു, എല്ലാം നല്ല ഗ്ലോസി ആയിരുന്നു കേട്ടോ. പിന്നെ ഇതാ പുൽക്കൂട് ഉണ്ടായിരുന്നു, അതൊക്കെ കാണാൻ നല്ല രസമല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിലേക്ക് നോക്കിക്കൊണ്ടിരിക്കാൻ. അതൊക്കെ ഇങ്ങനെ ചുറ്റി നടന്ന് കാണാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. പിന്നെ നമ്മൾ ഷാംപൂ, കുറച്ച് സ്കിൻ കെയർ കാര്യങ്ങൾ അതൊക്കെ എടുത്തു. പിന്നെ മെയിൻലി ഫ്രൂട്ട്സ്, 3-4 കൂട്ടം ഫ്രൂട്ട്സ് നമ്മളെടുത്തു കേട്ടോ. എല്ലാം കൂടെ കാണിച്ചു കഴിഞ്ഞാൽ ഈ സംഭവം എന്താണെന്ന് എനിക്ക് മനസ്സിലായോ? അതിൻ്റെ പേര് ഞങ്ങൾ വാങ്ങിച്ചില്ല, എന്താണെന്ന് എനിക്ക് മനസ്സിലാവും. നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ അബിയു അങ്ങനെ എന്തോ അതിൻ്റെ പേര് തോന്നുന്നു, നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ പറയാം കേട്ടോ. പിന്നെ ഇത് യെല്ലോ ആപ്പിൾ എനിക്കിഷ്ടമല്ല. എനിക്ക് ഗ്രീൻ ആപ്പിൾ ഇഷ്ടമാണ്, റെഡ് ആപ്പിൾ ഇഷ്ടമാണ്, പക്ഷേ യെല്ലോ എനിക്കിഷ്ടമല്ല. അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, എനിക്കിഷ്ടമായേ ഇല്ല. അങ്ങനെ നീണ്ട നേരം ഷോപ്പിങ്ങിന് ശേഷം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകണ്ട. അപ്പോൾ ഈ ഒരു ചെറിയ തട്ടിക്കൂട്ട് വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒന്നും കൂടെ എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും എൻ്റെ ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ.